എൻ്റെ പേര് ഷെഹർബാൻ. ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ നിന്നും സെക്കൻഡ് റൗണ്ടിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കസ്റ്റേർഡ് ഫ്രൂട്ട്സ് കേക്കാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് മൈദ 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 2 സ്പൂണ്, ബേക്കിംഗ് സോഡ 1 നുള്ള്, ഉപ്പ് പാകത്തിന്. ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചു വെച്ച മിക്സ് മാറ്റി വെക്കുക. ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. നമുക്ക് 1 കപ്പ് പഞ്ചസാരയാണ്, പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂണ് വാനില എസൻസ്. ഇനി നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കൊരു 2 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒഴിച്ച ഓയിൽ അതിലേക്കൊന്ന് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ. അതിനുശേഷം നമ്മൾ ഓയിൽ സ്പ്രെഡാക്കി വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ബാറ്റർ ഒഴിക്കുക കേട്ടോ. ബാറ്റർ ഒഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാറ്റർ എടുത്ത് വെക്കാം. ബാറ്റർ നമ്മൾ വേവാൻ വെച്ചു. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് കൊടുക്കാനുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം. ഹായ് ഷെഹർബാൻ, അപ്പോൾ എന്ത് കേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാൻ കസ്റ്റേർഡ് മിക്സഡ് ഫ്രൂട്ട് കേക്കാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മിക്സ്ഡ് ഫ്രൂട്ട്, അപ്പോൾ എല്ലാം ഉണ്ടല്ലോ ഇവിടെ. ഗ്രേപ്സ് ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, കിവി, പിന്നെ നമ്മുടെ എന്താ ഡ്രാഗൺ ഫ്രൂട്ട്, അണ്ടിപ്പരിപ്പ്, ഓക്കെ, അണ്ടിപ്പരിപ്പ്, ഓക്കെ. ഓറഞ്ച് ഉണ്ട് അല്ലേ? ഓറഞ്ച്, ഓക്കെ. പിന്നെ മാതളമുണ്ട്, ആപ്പിൾ ഉണ്ട്, ഇല്ലാന്ന് ചോദിക്കും. ഗ്രീൻ ആപ്പിളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു കസ്റ്റേർഡ് ഉണ്ടാകും. കസ്റ്റേർഡ് എങ്ങനെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? കസ്റ്റേർഡ് പൗഡറും മിൽക്കും പാലും പിന്നെ മിൽക്കും കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് ഒരു ക്രീമി രൂപത്തിലാക്കി എടുത്തിട്ട് അതിൽ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട്, ഓക്കെ, അതായിരിക്കും ലെയറിൽ വരുന്നത് അല്ലേ? ഓക്കെ, ഫില്ലിംഗ് ആയിട്ട്. കേക്ക് നോർമലി വാനില സ്പഞ്ച്. എങ്ങനെയുണ്ട്? ഈ റൗണ്ട് ഇഷ്ടമാണോ? കംഫർട്ടബിൾ? അടിപൊളി. ഓ, സന്തോഷമായി. ഓക്കെ, ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം. എപ്പോഴും ശ്രദ്ധിച്ചോളാം, ബാറ്റർ പെട്ടെന്ന് തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ ബാറ്റർ തണുക്കുമ്പോഴേക്കും നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 1 കിലോ കേക്കാണ്. അപ്പോൾ 1 കിലോ കേക്കിന് 1.25 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ക്രീം ഇവിടെ നന്നായിട്ട് സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ഓ, ഈ സ്റ്റേജ് എത്തിയല്ലേ? കേക്കൊക്കെ ബേക്ക് ചെയ്തൊക്കെ ഇട്ടല്ലോ അല്ലേ? നൈസായിട്ട് വന്നോ? ബുദ്ധിമുട്ട് വന്നില്ല? ഇല്ല, കുഴപ്പമില്ല. സെറ്റ്. വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു കളിയാണ്. ഓക്കെ, കവറിങ് ആയിരുന്നു. ഇത് കംപ്ലീറ്റ് ഫ്രൂട്ട്സ് ഫില്ലിംഗ് ആയിട്ട് വരും അല്ലേ? കസ്റ്റേർഡും ഏകദേശം ഒരു എല്ലാ ഫ്രൂട്ട്സും എത്തിയിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്തിട്ട് ഐസ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു 3 നമ്മുടെ സ്പഞ്ച് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. 3 ലെയറായിട്ട് നമ്മുടെ കേക്കിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കേക്ക് സെറ്റ് ചെയ്യാനുള്ള ബേസ് വെക്കാം. കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിലത്തെ ഭാഗം അത് നമുക്ക് ആദ്യത്തെ ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് അത് നമുക്ക് കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ഇട്ട് ഐസ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിങ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസി ടൈപ്പാണ്. അപ്പോൾ അതിന് നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ സ്പഞ്ചിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊരു ഡോട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അത് ഒലിച്ച് പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ കൂടുതൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഫില്ലിങ്സ് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡറും മിൽക്ക് മെയ്ഡ്, പാല്, ഇത് 3ഉം കൂടെ ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുത്തതിലേക്ക് നമ്മുടെ ഫ്രഷ് ഫ്രൂട്ട്സുകൾ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ് നമ്മുടെ ഈ മിക്സ്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അത് കടിക്കുമ്പോൾ നല്ലൊരു രസമായിരിക്കും. ഇനി നമുക്ക് അടുത്ത ലെയർ സ്പഞ്ച് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡിലൂടെ ഒരു ചെറിയൊരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പ് കൊടുക്കാം. വീണ്ടും നമ്മുടെ ലാസ്റ്റ് ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഐസ് ചെയ്തെടുക്കാം. സൈഡിലൊക്കെ നന്നായിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പഞ്ചൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. മുകൾ ഭാഗം നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം എന്നില്ല. കാരണം നമ്മൾ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാനുള്ളത് കൊണ്ട് അത് പുറത്തോട്ട് കാണില്ല. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ഫിനിഷ് ചെയ്തില്ല, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ നമ്മുടെ കേക്കിന് ചെറിയ രീതിയിലൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ചെറിയ ലൈൻസ് നമുക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഫില്ലിങ്സിൻ്റെ ബാലൻസ് ഉള്ളത് ഓരോ ലൈനിലും ചെറുതായിട്ട് ഇട്ടിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്രീം ഫ്രൂട്ട്സ് വെച്ച് ഡെക്കറേഷൻ ചെയ്യും. അതായത് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഓരോ ഫ്രൂട്ട്സും ഓരോ കള്ളിയിലേക്കാണ് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കിവി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് അലങ്കരിക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ റെഡ് ആപ്പിളാണ് കേട്ടോ. ബ്ലൂബെറി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓറഞ്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ഐസിങ് ഫ്രൂട്ട്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.